എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ക്രിസ്മസ് ഡേ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതാണ് ഒന്ന് ചുരുക്കി പറയാം കേട്ടോ. ക്രിസ്മസിൻ്റെ തലേന്നുണ്ടാക്കിയ കേക്കും ഫുഡ് ഐറ്റംസും അതൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ സിസ്റ്ററും ഫാമിലിയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഡേയുടെ തലേന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോൾ വെട്ടുകാട് ചർച്ച് പോയി. അവിടെ പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പ്രാർത്ഥനയൊക്കെ കേൾക്കാം, കുർബാന പാതിര കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശമായിട്ടാണ് പോയത്. അങ്ങനെ ഒത്തിരി നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ വെട്ടുകാടുള്ള പ്രാർത്ഥനയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയായി കാണും കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേത്തെ ഞങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറാണ്. അതായത് എൻ്റെ അമ്മയുടെ വീട്ടുകാർ നമ്മളെല്ലാവരും കൂടി ഒരു ഒത്തുകൂടലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട ആൾ, എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. 2025 ആൾ 90 ഇയേഴ്സ് ആവുകയാണ്. അപ്പം 90 ഇയേഴ്സ് ആണെങ്കിലും ആളുടെ ബുദ്ധിയൊക്കെ ഭയങ്കര ഷാർപ്പാണ്, ഓർമ്മശക്തി ആയാലും. അപ്പം ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെമ്പേഴ്സൊക്കെ കുറവാണ്. സാധാരണ ഇതിനേക്കാളും ആൾക്കാരുണ്ട്, ഇനിയും വരാനുണ്ട്. എൻ്റെ കസിൻസ് പലരും പലയിടത്താണ്, അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ പല സ്ഥലത്തായതുകൊണ്ട് പലരും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ വേറൊരു അട്രാക്ഷൻ എന്തായിരുന്നു വെച്ചാൽ ഒരു ഡ്യൂക്കിൻ്റെ ഒരു ബൈക്കായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും നമ്മുടെ ചെക്കന്മാരൊക്കെ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ആദ്യം വിഷ്ണു തന്നെ അതിൻ്റെ ഒരു ട്രയൽ നടത്തിയിട്ടുണ്ട്, ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയ്യന്മാരും പിള്ളേരൊക്കെ ഇതിൻ്റെ പുറകെയായിരുന്നു കേട്ടോ, ഈ ബൈക്കിൻ്റെ പുറകെയായിരുന്നു കുറച്ച് നേരം. ആ സമയത്ത് നമ്മുടെ അമ്മായിയും മാമനും കൊച്ചച്ഛനും ഒക്കെ അകത്തിരുന്ന് ബാക്കി അവരുടെ കുടുംബ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡിങ് പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചായിരുന്നു. ലഞ്ചിന് നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ കാരണം വല്ലപ്പോഴും വർഷത്തിൽ ഇതുപോലെ 1-2 പ്രാവശ്യമാണ് നമ്മൾ ഇതുപോലെയൊക്കെ ഒത്തുകൂടുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നിമിഷം ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും മൊത്തത്തിൽ ആ ഒരു ക്രിസ്മസ് നമുക്കൊരു സന്തോഷമുള്ളൊരു ക്രിസ്മസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റെന്തെങ്കിലും വിശേഷത്തിന് ഒത്തുകൂടാം എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി. അത് കഴിഞ്ഞൊരു മയക്കമൊക്കെ കഴിഞ്ഞു, ബിരിയാണിയൊക്കെ കഴിച്ച ക്ഷീണത്തിലൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11 മണിയായി കാണും കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് ബറോസ് മൂവി കാണാനാണ്. അപ്പം അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ.